ജനം പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറിയടത്ത് രാമൻ നമ്പൂതിരി തൊട്ട് അകഴിപ്പുറത്ത് കുഞ്ഞരിപ്പ് നായർ വരെ 64 പേരെ പട്ടിക ചേർത്തിരിക്കണോ. ഇവരെ കുറിച്ചെല്ലാം കൃത്യമായ അടയാളങ്ങൾ സാധനം സൂക്ഷിച്ചു പോകുന്നത് ഇതുപോലൊരു അവസരത്തിൽ പ്രയോഗിക്കാനാണെന്നും നാം മനസ്സിലാക്കണോ. എന്തായിരുന്നാലും ഇവരുടെ എല്ലാ കുറ്റങ്ങൾ നിഷ്തർക്കമായി തെളിഞ്ഞിരിക്കയാൽ സാധനം ആഗ്രഹിച്ച പ്രകാരം തന്നെ സാധനത്തിനോടൊപ്പം ഇവരെയും ഭ്രഷ്ടരാക്കി പ്രഖ്യാപിക്കണോ. അത്രയെങ്കിലും സാധിച്ചില്ല ഈ ജന്മം കൊണ്ട്. അത് തന്നെ മഹാഭാഗ്യം. ഇനി ആരുടെയെങ്കിലും പേരൂരെങ്കിൽ വെളിപ്പെടുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ പറയാ. ഉണ്ട്. ഇത് തന്നെ പൂരം. എന്തായാലും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. മഹാരാജാവ് തിരുമണത്തിൽ നേരിട്ട് എഴുന്നള്ളുന്നുണ്ട്. അതിനു മുമ്പ് വിചാരം അവസാനിപ്പിച്ച് വിധി കള്ളാതിലാക്കണം. പറയാ. ഇത് വെളിപ്പെടുത്തും മുൻപേ എനിക്ക് ചിലത് പറയണം. ഇയാൾ ഒരു നമ്പൂരാനായിരുന്നില്ല. നമ്പൂരി വേഷം കെട്ടിയെത്തിയ ഒരു ക്ഷത്രിയനായിരുന്നു നിശ്ചയം. സ്ഥലം തൃപ്പൂണിത്തുറയാണ് പറഞ്ഞത്. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തമ്മിൽ കുറിയടത്ത് നിന്ന് മടങ്ങിയ പിന്നെ പലപ്പോഴും എന്നെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതെ, ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞൂടാ. പലപ്പോഴും നിന്റെ മിടിക്കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. കുതിരപ്പുറത്താണ് ആളുകൾ വന്നത്. കയ്യിൽ വാളുണ്ടായിരുന്നു. വാർത്ത വിചാരം നിശ്ചയിച്ച് പിന്നെ പലപ്പോഴും കുതിരക്കുളമ്പടികൾ കുറിയെടുത്ത പരിസരത്ത് ഞാൻ മുഴങ്ങി കേട്ടിട്ടുണ്ട്. അതിന്റെ കൊല്ലാൻ വന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സാധനം എന്തൊക്കെയായി വിളിച്ചു പറയണേ? കാർക്ക് കുറിക്കാൻ വരട്ടെ. കേവലം ദൂഷ്യ ആരോപിക്കപ്പെട്ട ഒരു സാധനത്തെ കൊല്ലാൻ കുതിരപ്പുറത്ത് വാളും പിടിച്ച ആള് വരി. ഇതിവിടെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം. നിന്റെ ഊഹ ശരിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടെ പലരും ബുദ്ധിമുട്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് 65-ാമത്തെ പേര് ഞാൻ പിന്നേക്ക് വെച്ചത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി 64 തള്ളിക്കളഞ്ഞ് നിങ്ങൾ എന്നെ മാത്രം ഭ്രഷ്ടയാക്കി തടി തപ്പിയേനെ. ഇനി ഞാൻ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പറയും മുമ്പേ ഒരു അടയാളം കാണിക്കാം. അത് കണ്ടിട്ട് നമ്പൂരാൻ പറഞ്ഞാൽ മതി ബാക്കി ഞാൻ പറയണോ വേണ്ടയോ. ആ തമ്പുരാൻ തന്നതാണ് ഈ മോതിരം. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഇന്നത്തെ സ്വാർത്ഥ വിചാരം ഇവിടെ അവസാനിച്ചിരിക്കണു. എനിക്കറിയാം നമ്പൂരാർക്കാവില്ല. ബാക്കി എന്നോട് ചോദിക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ, കേട്ടത് കടലാസിൽ കുറിക്കാൻ വിറപോണ്ട് വിറകരിക്കും. ശ്വാസം പോലും. മഹാരാജാവ് തിരുമനസ് എഴുന്നള്ളുന്നു. എല്ലാരും വരിക. ഒന്ന് തമ്പുരാനെ സ്വീകരിക്കാൻ എല്ലാരും വരിക. ചെല്ലു. മനുഷ്യനെ ഭ്രഷ്ടാക്കി പുറത്താക്കുന്നവർ മഹാരാജാവിനെ ആനയിക്കാൻ വേണ്ടി ചെല്ലു. ചെല്ലു. മഹാരാജാക്കന്മാർ നീണാൽ വാഴട്ടെ. മനുഷ്യകുലത്തിൽ പിറന്ന പെണ്ണുങ്ങൾ പുരുഷന്റെ ഗുണപക്ഷങ്ങളെ ഭയന്ന് പെറ്റുകൂട്ടൻ മാത്രം ജീവിക്കട്ടെ. പകലും ഇരുളും കെട്ടുമിഴ പാട്ടുരാശി നേരങ്ങളിൽ കുളപ്പടവുകൾ, തീവണ്ടി മുറികൾ, അച്ഛന്റെ മടിത്തട്ടിൽ വരെ ബാലികമാർ മാനം കെട്ട് നിലവിളിക്കുമ്പോഴും നിങ്ങൾ മഹാരാജാക്കന്മാർക്ക് വേണ്ടി ജയഭേരി മുഴക്കൂ. അർത്ഥമില്ലാത്ത കാത്തിരിപ്പ് ഞാൻ ഇനിയും തുടരും. ഇവിടുത്തെ പെൺകിടാക്കൾക്ക് അന്തസ്സുള്ള ആംഗളമാരുണ്ട് അവിടെ കാലം വരെ. ഇത് വെറും കാത്തിരിപ്പായിരുന്നു എന്ന് എന്റെ ജീവിതം കൊണ്ട് ബോധ്യായില്ലേ? കാത്തിരിപ്പ് എങ്ങനെയാ കുട്ടി വെറുതെ ആവണത്? വരും വരും എന്നുള്ള പ്രതീക്ഷയാണ് കാത്തിരിപ്പ്. വരാതെ എവിടെ പോവാൻ? പെണ്ണും മണ്ണും അമ്മയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല കാലം വരും. വീട് വിട്ടിറങ്ങിപ്പോയ ആൺമക്കൾക്ക് ആഹാരം വിളമ്പി വെച്ച് കാത്തിരിക്കുന്ന അമ്മയെ പോലെ നമുക്കും കാത്തിരിക്കാം. പാതിരാവിൽ എപ്പോഴോ പടി കടന്ന് വന്നേക്കാവുന്ന ഒരു നല്ല കാലത്തിന്. നീ എന്താണ്
നീ എന്നാണ് ഈ ഹിതകളുടെ ലോകത്തെ പൂർണ്ണമായും മനുഷ്യരുടെ ലോകമാക്കി മാറ്റുക? കാത്തിരുന്ന കനവെല്ലാം പൂത്തുലഞ്ഞ് പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകിന്നല നിരകൾ ജിയാ 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 ഹോയ് ഹേ ജിയാ 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 ഹോയ് പൊന്നൊരുക്കണ പുലരി പെണ്ണേ സുന്ദരിക്കൊരു മാല കുരുക്കു വെണ്ണിലാവിൻ ചന്ദനരാവേ കൺമണിക്കൊരു ചേളയൊരുക്കു ജിയാ 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 ഹോയ് ഹോയ് ഹേ ജിയാ 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 ഹോയ് ജിയാ 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 ഹോയ് ഹോയ് ഹേ ജിയാ 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 ഹോയ്